പ്രിയമുള്ളവരെ, വേറൊരു കുഞ്ഞി കുടുംബ പ്രതിഷ്ഠാജപമുണ്ട്. അതെൻ്റെ എനിക്കിഷ്ടപ്പെട്ടൊരു അച്ഛനുണ്ട്. അച്ഛൻ ഞങ്ങളുടെ ഇടവകയിൽ, മീൻസ് ഞങ്ങളുടെ രൂപതയിലുള്ളതാണ്. പാടശ്ശേരി അച്ഛനാണ്, ജോർജ് പാടശ്ശേരി അച്ഛൻ. 82-ാമത്തെ വയസ്സിൽ ഈ ഒരു 5-8 മാസം മുമ്പ് മരിച്ചു. അപ്പം അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ ചെറിയൊരു കുടുംബ പ്രതിഷ്ഠാജപം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെ ആക്കണേ. അല്ലേ, പഴയ അമ്മമാർ പഠിപ്പിച്ചിട്ടുള്ള സുഹൃദേവമാണ്. അത് കുറച്ചും കൂടിയും ഭംഗിയായിട്ട് ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയത്തിന് അതാണ് കറക്റ്റ്. എന്തിനാണ്? ഒത്തതാക്കണമേ എന്നാണ്. പ്രിയമുള്ളവരെ, ഈ കുടുംബ പ്രതിഷ്ഠാജപം കഴിയുമ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ വേറെ ചേർക്കും. അല്ലേ, എന്തൊക്കെയാണ്? ഈശോയുടെ തിരുഹൃദയമേ, അപ്പം നമ്മൾ എന്തു പറയും? ഞങ്ങളെ അനുഗ്രഹിക്കണേ. പിന്നെ എന്തു പറയും? അപ്പം നമ്മൾ എന്തു പറയും? പിന്നെ എന്തു പറയും? ഓക്കെ, നമ്മൾ എന്തു പറയും? അടുത്തതാരാണ്? ഓക്കെ, ആരാണ്? വേറെ എന്തോരം നല്ല വിശുദ്ധന്മാരുണ്ട്. അന്തോണി സുണ്യാളൻ, ചൊക്ക നിൽക്കണേ. എന്തിന് സെബസ്ത്യാൻ സുണ്യാളൻ, ഗീവർഗീസ് സുണ്യാളൻ, യൂദാസ് ലീഹ, ഇതൊന്നും പറയാതെ ആ നേരത്ത് അടിക്കണം. എന്ത് മാർഗരിതാ മറിയമേ, നമ്മളെന്ത് പറയും? നമുക്ക് ആ സ്ഥാനത്ത് എന്ത് കിട്ടിയാലും ഔസപിതാവേ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പറയും. പല്ല് കുടിച്ചേട്ടാന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അന്വേഷിക്കണേന്ന് പറയും. അത് ആ ഒരു ഈണം, ഒരു താളമാണ്. അതെന്തു പറഞ്ഞാലും ശരി. മേരി ചേച്ചി ഞങ്ങൾക്ക് അന്വേഷിക്കണേ. എന്തിന്? വിശാലാക്ഷി ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾക്ക് അന്വേഷിക്കണേന്ന് പറയാം. കാരണം അത് ആ താളമാണ്, ആ ഈണമാണ്. പ്രിയമുള്ളവർ, ഇതാരാണ്? ഈശോയുടെ തിരുഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു വിശുദ്ധയാണ്. കുറച്ചുകൂടെ ഒന്ന് മാറ്റി പറയാണ്, ഈശോയോട് ഒരുപാട് സ്നേഹം ഉണ്ടായതുകൊണ്ട് ഈശോയുടെ ഹൃദയത്തെ ഈ വിശുദ്ധയുടെ മുമ്പിൽ തുറന്നു കാണിച്ചു എന്നുള്ള അതാണ് ഈ ആ വിശുദ്ധയെ കണ്ടിട്ടുണ്ടോ? ഇതാണ് ആ വിശുദ്ധ മാർഗരീത്ത മറി. ജനിച്ചത് എന്നാണെന്നറിയാമോ? വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാ 1947. ആ 9 ഒന്ന് തിരിച്ചിടാം. അപ്പം എത്രയായി? 1647. 1647 ജനിച്ച് 43 വയസ്സ് മാത്രം ജീവിച്ച ഒരു ഫ്രഞ്ച് വനിതയാണ് പിന്നീട് കന്യാസ്ത്രീയായി. ഈ കന്യാസ്ത്രീക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഫ്രീ ടൈം കിട്ടുമ്പോൾ കന്യാസ്ത്രീ പറയും, പള്ളിയിൽ വന്നിട്ട് പറയും, അച്ഛാ എനിക്ക് ആ ദിവ്യകാരുണ്യം ഒന്ന് എഴുന്നള്ളിച്ച് വെച്ച് വരുമെന്ന് ചോദിക്കും. ഫ്രീ ടൈം കിട്ടും, വേണ്ട. അല്ലാത്ത സമയത്തൊക്കെ പ്രാർത്ഥനയും പരിത്യാഗവും ഒക്കെ നടക്കണേണ്. പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഇല്ലാത്ത സമയത്ത് വികാരിച്ചിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാം. നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അമ്മ എന്ത് ചെയ്യും? ഉറങ്ങും. പിന്നെ ഇപ്പോൾ റീൽസ് ഉണ്ടല്ലോ, അതുകൊണ്ടിനെ കുഴപ്പമില്ല. അതിങ്ങനെ തേച്ച് എവിടം വരെ പോകുന്ന ഒരു പിടിയില്ല എന്നുള്ളത്.